ഇന്നത്തെ വായനയിൽ ചെറുകഥയുടെ ബാക്കി. അയാൾ എൻ്റെ മനസ്സിൽ ഒരു മായാത്ത ചിത്രം ഉണ്ടാക്കിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ എനിക്ക് അയാളോട് അടുപ്പം തോന്നി. പിന്നീട് ഗൗതമൻ അതൊരു പതിവാക്കി. ജോലിയന്വേഷണത്തിൻ്റെ തിരക്കിനിടയിൽ ചിലപ്പോൾ അയാൾ എൻ്റെ വീട്ടിലും എത്തിപ്പെടും. തൊടുവിലെ തൈകൾക്കിടയിൽ കിളക്കുകയോ നനയ്ക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിൽ രൂപം നേടിയിട്ടില്ലാത്ത കഥാപാത്രങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പതിഞ്ഞ കാൽവെപ്പോടെ ഗൗതമൻ കടന്നുവരും. കുനിഞ്ഞ ശിരസ്, ദുഃഖം അലിഞ്ഞുകിടക്കുന്ന കണ്ണുകൾ, സൗമ്യമായ സ്വരം. ഏതു വിഷയത്തിലും ഗൗതമന് താല്പര്യമാണ്. നോവലുകൾ, സിനിമകൾ, തെരുവിൽ ജന്മം കഴിച്ചുകൂട്ടുന്ന സർവത്ര സ്വതന്ത്രർ, തൊടിയിൽ വളർന്നു നിൽക്കുന്ന തൈകൾ, ഏതു തുടങ്ങിയാലും ഗൗതമൻ കേട്ടിരിക്കും. സംഭാഷണത്തിനിടയിൽ സന്ധ്യയുടെ ചിതയിൽ പകൽ കത്തിയമരുമ്പോൾ ഗൗതമൻ എഴുന്നേൽക്കുന്നു. ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ സാർ? ഇരുട്ടിലാണ്ട വഴിയിൽ ഗൗതമൻ മറയുമ്പോൾ എനിക്കെന്നും അത്ഭുതമാണ്. നഗരത്തിൽ നിന്നും ഈ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് എന്താണ്? എൻ്റെ പ്രസംഗമോ, ദാരിദ്ര്യം നിരങ്ങി നിരങ്ങി തോലുപോയ ഈ പുറംതിണ്ണയോ? ഈ ചെറുപ്പക്കാരൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? സാർ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? പെട്ടെന്നാണ് ഗൗതമൻ അത് ചോദിച്ചത്. വായനയിൽ ഇന്ന് തഴച്ചു വളരുന്ന തൈകൾ എന്ന ചെറുകഥയുടെ ബാക്കി.